ഞാനും പാമ്പ് ഒരു ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പ് കയറിയിരിക്കുകയാണ്. അതായത് അതിന്റെ ഒരു എന്ത് പാമ്പാണെന്ന് അറിയില്ല. ഒരു വാല് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് എവിടെ കയറിയെന്ന് വെച്ചാൽ ഈ വീട്ടിലെ കോലായിലിട്ടിരിക്കുന്ന കാർപ്പറ്റിന്റെ ഉള്ളിലാണ് കണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. വാ, കമോ. ഇവിടെയായിട്ടാണ് പാമ്പ് കിടക്കുന്നത്. കാണുന്നത് നിങ്ങള്? തണുപ്പ് കാലാണ്, എല്ലാരും ശ്രദ്ധിക്കും. ഞാനങ്ങ് ഞാനും പാമ്പ് ഒരു ഒന്നുമില്ല. എനിക്ക് പേടിയാ. ഞാൻ എന്തോ ഇല്ലങ്ങ് വന്നു പോയതാ. ഇങ്ങോട്ട് ഓടുന്നുണ്ടെങ്കിൽ പറയണം. ഗൈസ് ആ മൊയച്ച് കിടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ ആരൊന്ന് കേറി വാ. ഇങ്ങോട്ട് വാടോ. കാണുന്ന നിങ്ങള്? ഞാൻ പറഞ്ഞതാ. ഒന്നിങ്ങോട്ട് വാ. അപ്പൊ കോലായിലെ ഈ കാർപ്പറ്റിന്റെ ഉള്ളിലാണ് മൂപ്പര് കേറിയിരിക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് കാണിച്ചേ ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ? കാണുന്ന നീ ശരിക്കും എടുക്കുന്നുണ്ടോ? ഞാൻ എടുക്കുന്നുണ്ട്. പാമ്പിന് കാണുന്നില്ല കേട്ടാ. പാമ്പിനെ ഏതൊരു വണ്ടിക്കില്ല. വലിയ പാമ്പാ ഗായ്സ്, വലിയ പാമ്പാന്ന് തോന്നുന്നു. മുഴച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗം. എന്ത് പാമ്പാന്ന് അറിയില്ല. നോക്കാം, പേടിയുണ്ട്. തൽക്കാലം ഇവിടുന്ന് തന്നെ എടുത്തോളാം. പാമ്പിന്റെ കാണാലോ. എനക്ക് പേടിയില്ലാത്തോണ്ട് ഞാൻ കസാലയും കാര്യക്കും. ഇങ്ങോട്ട് വരുന്നേ എനിക്ക് ഇപ്പോ ഈ നവംബർ ഡിസംബർ മാസത്തിൽ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനെ കണ്ടിട്ടില്ലേ, ആ കാർപ്പറ്റിന്റെ ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ കൂടി ആ പാമ്പിന്റെ കുറ്റിയുള്ളിൽ കയറിപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കൂല. ചിലപ്പോ ഇതിപ്പോ എന്ത് പാമ്പാന്നുള്ള അറിയില്ല. അത് നമ്മള് വിഷപ്പാമ്പ് എങ്ങാനാണെങ്കിൽ നമ്മള് കസേര ഇട്ടാട്ടിരുന്ന് കാലം താത്തിയിട്ടായിരിക്കുക. ഇത് കടിച്ചങ്ങ് പോയാല് എന്താ സംഗതി നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക സംഗതി. ചെറിയ കുട്ടികളുടെ വീട്ടില് തീർച്ചയായും നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ തണുപ്പ് സമയമാണ്. എവിടെയൊക്കെ ഇതുപോലുള്ള ഏരിയകളൊക്കെ കയറി ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.